പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമദാനിലെ അസുലഭ നിമിഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാഹ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മിലേക്ക് ആഗതമായി. ഒരു വിശ്വാസിക്ക് ഏറെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന മാസമാണല്ലോ പുണ്യ റമദാൻ. ഈ ഒരു റമദാനിൽ ഒരു നിമിഷത്തെ പോലും നാം പാഴാക്കി കളയരുത്. പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് നാം പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക. സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടും നന്മകളിൽ മുന്നേറിക്കൊണ്ടും ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടിയും ഈ ഒരു മാസത്തിലൂടെ നാം കടന്നു പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ നോമ്പ് പറയുന്നിടത്തെല്ലാം പ്രാർത്ഥനയ്ക്ക് അള്ളാഹു വളരെ മഹത്വം പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് കുറേയേറെ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുജൂദിലുള്ള പ്രാർത്ഥന നാം അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, രഹസ്യമായും പരസ്യമായും വന്നുപോയ പാപങ്ങൾ പുറത്തു തരാനും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരാനും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തരാനും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ ഒരു പുണ്യ റമദാനിലെ അസുലഭ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാണ്. അള്ളാഹുവിനെ കണ്ടെത്തുന്നതും നോമ്പ് തുറക്കുന്ന സമയമാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദാഹം തീർന്നു, ഞാടിഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം തീർച്ചയെന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി നാം നോമ്പ് തുറക്കുക. സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു വളരെയേറെ സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളിൽ നാം അതിനെ പ്രതീക്ഷിക്കുക. അതെ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കും റൂഹും ജിബ്രീലും വന്നണയുന്ന ദിവസം. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിയാൻ രാത്രി മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ദിവസം, നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ എവിടെ നോമ്പനുഷ്ഠിച്ചവർ എന്ന ആ വിളിയിലൂടെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്തിപ്പെടാൻ നാം ഏവരും പരിശ്രമിക്കുക. സുജൂദുകളിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അതെ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഉൾപ്പെടുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചക ഭക്തിമാരുടെ പ്രബോധന രംഗങ്ങളിൽ നാം പ്രവർത്തിക്കുക. അള്ളാഹു നമ്മേവരെയും ഈ പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ നന്മകളിൽ മുന്നേറിക്കൊണ്ട് സമയം ചെലവഴിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.